ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചക്കയുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ചക്കയുടെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ദൈമസ് വ്ലോഗ് യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായി ആർക്കെങ്കിലും? എനിക്ക് കുറച്ച് ചക്ക കിട്ടിയതാണ് കേട്ടോ. ഇത്രേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പം ഞാനത് ചീത്തായി പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വരട്ടി വെച്ചതാണ്. അപ്പം ഇന്ന് ഇത്തിരി അട ഉണ്ടാക്കാനാണ് കേട്ടോ. അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണേണ്. അപ്പോൾ അത് കുറച്ചായിട്ടുള്ളൂ കേട്ടോ, നല്ലോണം ഒന്നും വെന്ത് കിട്ടിയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചതാണ്. ശർക്കരയും ഇത്തിരി നെയ്യും ഒക്കെ ചേർത്തൊന്ന് ഇങ്ങനെ ആക്കി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ അത് അട ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അട ഉണ്ടാക്കാനായിട്ട് ഇത്രേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ അങ്ങനെ ചെയ്യാൻ നോർത്തണ്ട. അപ്പോൾ തേങ്ങ ചിരണ്ടണം. പിന്നെ ഇലയില്ല കേട്ടോ, ഇലയില്ല. അപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇലയില്ലാത്തപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഇഡ്ഡലി പുഴുങ്ങുന്ന പോലെ പുഴുങ്ങിയെടുക്കാനാണ് ഞാൻ പോണത്. അപ്പോൾ തേങ്ങ ഒന്ന് ചിരണ്ടിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് ചേർത്തിരിക്കട്ടെ കേട്ടോ. തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി റെഡിയാക്കി എടുക്കട്ടെ. ഏലക്ക, നല്ല ജീരകം. ഇലയില്ലാത്തവരുടെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇല വേണം ശരിക്കണേ. നമ്മൾ ചക്കടയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇല വേണം. അപ്പോൾ തേങ്ങയൊക്കെ അതേ ചിരണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയും ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ എടുത്തേക്കുന്നത് 3 ഏലക്ക കാണുന്നുണ്ടോ? 3 ഏലക്കയും ഇത്തിരി നല്ല ജീരകം കേട്ടോ ഞാൻ എടുത്തേക്കണത്. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഏലക്കയും നല്ല ജീരകവും ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചിട്ട് ഞാൻ മിക്കവാറൊക്കെ ഇങ്ങനെ ഏലക്കയും നല്ല ജീരകമൊക്കെ കൂടി പൊടിച്ച് വെക്കും കേട്ടോ. പക്ഷെ അത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്തോ എയർ ടൈറ്റ് ആകാത്തതുകൊണ്ടാണെന്നറിയില്ല, എപ്പോഴും പൂത്ത് പോകും കേട്ടോ. എപ്പോഴും പൂത്ത് പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പം ആവശ്യത്തിനാണ് അങ്ങനെ എടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം. കുരുമുളകൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ല. മതിയല്ല ചതഞ്ഞത് മതിയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കുഴക്കാനായിട്ടാണ്, അതിലിട്ട് കുഴക്കാനായിട്ടാണ്. ഓക്കെ, തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിപ്പോൾ നല്ല കല്ല് പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ വെള്ളത്തിലിട്ടല്ല വേവിച്ചത്. വെള്ളത്തിലിട്ട് ഞാൻ വേവിക്കാതെ ഇത്തിരി നറുനയും പിന്നെ ശർക്കരയും കൂടി ഇട്ടാണ് ഞാൻ വേവിച്ചത്. അപ്പോൾ ഒരു കാര്യം വന്ന് ഇതിൻ്റെ വേവിൽ അങ്ങോട്ട് നിന്നുപോയി, ഒന്നും അലത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടേ ഒന്ന് ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം അരയാൻ വേണ്ട, ഒരുമാതിരി ഒന്ന് അരഞ്ഞ് കിട്ടട്ടെ കേട്ടോ. അപ്പം അരച്ചിട്ട് വരാം. ഇതിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചക്ക ഹൽവ ഇത് കൂടുതൽ വരട്ടി കഴിഞ്ഞാൽ ചക്ക ഹലുവയാവും. അപ്പോൾ തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം പതുക്കാം. ഇത് ഇത്ര അരഞ്ഞിട്ടുണ്ട്, ഇത്തിരി കൂടി അരയണമെന്നാണ് തോന്നണേ. കണ്ടോ,
അത് ഇങ്ങനെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട അങ്ങനെ അരഞ്ഞിട്ടിട്ടുണ്ട്. അതെ, നല്ലൊരു പരിവായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഓക്കേ.
അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഈ തേങ്ങ ഇടണം കേട്ടോ. അടിച്ചു വെച്ച ചക്കയിലേക്ക് ഇതിനകത്തേക്ക് ഞാൻ തന്നെ ഇടണേ. അപ്പോൾ ഇനി നമുക്ക് പൊടിച്ച ഏലക്കയും ഇടാം. പിന്നെ കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ നോക്കി, കുറച്ച് ഉപ്പും വേണം, പൊടിച്ച ഏലക്ക, പിന്നെ അരിപ്പൊടി ഇടാം കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ട ജീരകവും നല്ല ജീരകവും ഇതും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിടാം. അപ്പോൾ ഏലക്ക പൊടിച്ചതും തേങ്ങയൊക്കെയാണ് ഇട്ടത്. ഏലക്ക പൊടിച്ചതും നല്ല ജീരകം ഏലക്ക പൊടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇലയില്ല, അപ്പോൾ ഇത് നമ്മൾ കോരി ഒഴിച്ച് ചുടാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഇഡ്ഡലി തട്ടിൽ ഇലയില്ലാത്തതുകൊണ്ട് കേട്ടോ. ഞാനിതിൽ ഈ പാത്രത്തിലൊരു 2 കപ്പ് നോക്കാം, കൂടിയാൽ അധികം ഇതിടണ്ട കേട്ടോ. ആ ചക്കക്കനുസരിച്ച്, അല്ലെങ്കിൽ പിന്നെ രുചി ഉണ്ടാവില്ല. അപ്പോൾ
വേണമെങ്കിൽ 2 കപ്പ് ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ 1 കപ്പും കുറച്ചും കൂടി മതിയാവുമെന്ന് തോന്നണം കേട്ടോ. അപ്പോൾ നോക്കട്ടെ. അപ്പം ഞാനൊരു അരപ്പാത്രവും കൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, കൂടിയാലും കുറഞ്ഞാലും നോക്കട്ടെ. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഇട്ടേക്കണമെന്നറിയാമോ? ചക്ക, ശർക്കരയിൽ വിളയിച്ചിട്ടുണ്ട്. ശർക്കര വേണമെങ്കിൽ ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ തേങ്ങ, നല്ല ജീരകം, ഏലക്ക, അരിപ്പൊടി. ഓക്കെ. ഇതൊന്ന് ഞാൻ കൈ വെച്ച് കുഴച്ച് കൊടുക്കണേ കേട്ടോ. അപ്പോൾ കോരി ഒഴിക്കുമ്പോൾ ഇന്ന് ലൂസായിട്ട് ഞാൻ തവിയിടാന്ന് വിചാരിച്ചാണ്. ഇത്തിരി കൈ വെച്ച് തന്നെ കുഴക്കാം കേട്ടോ. ഞാനൊരു കൈയിട്ട് ഫോൺ പിടിക്കണോണ്ട് എനിക്ക് പറ്റണില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്തിട്ടാണ്. ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇലയിലാണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതിലും ഇത്തിരിയും കൂടി പരുവത്തിലുള്ള ലൂസ് മതി കേട്ടോ. ഇത്തിരിയും കൂടി ഇത്തിരിയും കൂടി ഒരു ലൂസ് മതി. ഇതിപ്പോൾ ഞാൻ പകുതി കുഴച്ചിട്ടുള്ളൂ. അപ്പോൾ കോരി ഒഴിച്ച് വിടുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരിയും കൂടി ലൂസാക്കണം. ഇഡ്ഡലി തട്ടിലാണ് ഒഴിക്കണമെങ്കിൽ കേട്ടോ. അങ്ങനത്തെ ഒരു വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കോരി ഒഴിച്ച് ചൂടാനായിട്ടാണ്. ഇവിടെ ഇലയൊന്നും അങ്ങനെ കിട്ടാനില്ല കേട്ടോ. നമുക്ക് വാഴയിലയൊന്നും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലും ഇത്തിരും കൂടി ലൂസാക്കുകയാണെങ്കിൽ ഇലയിൽ വെക്കുമ്പോൾ ഇത്തിരും കൂടി ഒന്ന് ലൂസാക്കി, അധികം വെള്ളമാകരുത്, ഇത്തിരി കൂടി ഒന്ന് ലൂസാക്കുക. പക്ഷേ ഇപ്പോൾ കോരി ഒഴിച്ച് വിടാനുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം, ഞാൻ ഇതിൻ്റെ ജാറിൽ തന്നെ വെള്ളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ തവിയിൽ കോരി ഒഴിച്ചുവിടാനാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ അത് ഈ പരുവായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉതിർന്ന് വീണേ ഇത്തിരിയും കൂടി വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം കേട്ടോ. ഇത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കട്ടിയായാൽ വേവാൻ ബുദ്ധിമുട്ടാകും കേട്ടോ. അതുകൊണ്ടാണ് ഇത്തിരി കൂടി ലൂസ് വേണമെങ്കിൽ ആകാം. അപ്പോൾ തട്ടിലൊഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാട്ടെ. ഇത് ഉണ്ടോ. അപ്പം ഞാൻ ശർക്കര ഒരുപാട് മധുരമാവും ഓർത്തിട്ട് ഞാൻ ആ വഴറ്റി വെച്ചതിലും ഇത്തിരിയും കൂടി ശർക്കര ഞാൻ കലക്കി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പിന്നെ ഇഡലി ചെമ്പ് വെച്ചിട്ട് ചുട്ടെടുക്കട്ടെ. അതെ, വേണമെങ്കിൽ ഇത്തിരിയും കൂടി വെള്ളം ആകാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ അതേ ചട്ടി വെക്കാൻ പോവേണ്ട. ഓക്കെ. അപ്പോൾ അതേ ഞാൻ അപ്പം നമ്മളൊരിച്ചിരി നിറഞ്ഞ ഇതിൻ്റെ അകത്തേക്ക് വെക്കണം കേട്ടോ. തട്ടിലേക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടെ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞല്ലോ ഞാൻ ഇലയൊന്നും ഇല്ലാണ്ടാണ്. ഇലയിലാണ് കേട്ടോ നല്ല ടേസ്റ്റൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഇലയില്ലാത്തതുകൊണ്ട് നമ്മുടെ നാടൻ രീതിയിലാണ് എനിക്കിഷ്ടം കേട്ടോ. വാഴയിലൊക്കെ അത് വീട്ടിലൊക്കെ നമുക്ക് വാഴയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനൊരു പറയാം, സ്വല്പം കൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ടാണ്. വെള്ളം വേണമെന്നില്ല കേട്ടോ, വെള്ളം വേണമെന്നില്ല. പക്ഷെ എനിക്കൊരു പേടി, ചിലപ്പോൾ ഇനി എന്തോ ഇതുകൂടി ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ വറുത്ത പൊടി ആയതുകൊണ്ട് നമ്മൾ വെള്ളം ഇങ്ങനെ വലിക്കും കേട്ടോ. നമ്മൾ ഇടുന്തോറും വെള്ളം വലിക്കും. ഇതിപ്പോൾ ഇത്ര തന്നെ ലൂസായിരുന്നു നേരത്തെ, പിന്നെ പെട്ടെന്നൊന്ന് കട്ടുപിടിച്ച്. അപ്പോൾ ഇത്തിരി കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം കേട്ടോ. ഓക്കെ, ഞാൻ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം കോരി ഒഴിച്ചിട്ടാണ്. തട്ടിലാണ്ട് ഞാൻ വേവിക്കണ, ഇലയില്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഇഷ്ടംപോലെ വാഴ ഉണ്ടായിരുന്നു. ഒരു 5-8 കട വാഴയൊക്കെ ഉണ്ടായതുകൊണ്ട് ആ വാഴയിൽ നിന്നാണ് ഞാൻ ഇലയൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് വാഴയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ ഏത്തപ്പഴത്തിൻ്റെ അട ഇതുപോലെ നല്ല വാഴയിലൊക്കെ നല്ല വെട്ടി നല്ല ഇതൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം. പിന്നെ ഷോർട്ട് വീഡിയോ ആണ്, കോമഡി ഷോർട്ട് വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഷോർട്ട് വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അട വേഗട്ടെ. അട ഇഡലി ചക്കയട
ഓക്കെ.